പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ജലജയാണെങ്കിൽ അബിക്കും നവിക്കും കൊടുക്കാൻ വേണ്ടി ജ്യൂസ് അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ജാനകിയാണെങ്കിൽ കയ്യിലെന്തോ മുറുക്കി പിടിച്ചു ചെറിയൊരു ചിരിയോടെയാണ് ജാനകി വരുന്നത്. അപ്പോൾ ജലജയാണെങ്കിൽ ജാനകിയുടെ അടുത്ത് പറയുകയാണ്, അനാമിക നന്ദുവിൻ്റെ അടുത്ത് വരണ്ടെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മോൾക്ക് ഭയങ്കര വിഷമാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ ജാനകി പറയുകയാണ്, മോളുടെ സന്തോഷം ഇല്ലാതാക്കിയ അവളുടെ ഫംഗ്ഷൻ നമുക്ക് നലമ്പണം എന്നാണ് ജാനകി പറയുന്നത്. അതിനിപ്പോൾ എന്താ ചെയ്യുക എന്ന് ജലജ ചോദിക്കുമ്പോൾ ജാനകി അപ്പോൾ കയ്യിലുള്ള പൊതി ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇത് നമുക്ക് ജ്യൂസിൽ കലത്താമെന്ന്. ഇത് ജ്യൂസിൽ കലത്തി എന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കത്തില്ല, ദേഹം മൊത്തം ചൊറിച്ചലേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയെങ്കിലും അനാമിക മോളെ സന്തോഷിപ്പിക്കാമെന്ന് ജാനകി പറയുകയാണ്. അപ്പോൾ ജലജ ചോദിക്കുകയാണ്, ഇത് ജ്യൂസിൽ കലർത്തിയാൽ നമ്മളന്ന് സംശയിക്കത്തില്ലേ എന്ന്. അപ്പോൾ ജാനകി പറയുകയാണ്, സംശയിക്കുകയാണെങ്കിൽ നമുക്കും ചൊറിയുന്നു എന്ന് പറയാമെന്ന്. അപ്പോൾ ജലജ ചോദിക്കുകയാണ്, അപ്പോൾ നമ്മൾ ആർക്കാണ് ഈ പണി കൊടുക്കേണ്ടത് എന്ന്. അപ്പോൾ ജാനകി പറയുകയാണ്, നീ വെറുക്കുന്ന ആരെയോ നിൻ്റെ മരുമോൾക്ക് തന്നെ നമുക്ക് കൊടുക്കാമെന്ന്. അപ്പോൾ ഇങ്ങനെ ജാനകി പറയുമ്പോൾ ജലജയ്ക്ക് ഭയങ്കര സന്തോഷമാണ്, നവ്യയ്ക്ക് കൊടുക്കാമെന്ന്. അതിനുശേഷം ജാനകി പറയുകയാണ്, ഇനിയിപ്പോൾ നമ്മളെ സംശയിച്ചാലും കുഴപ്പമില്ല, അനാമിക മോളൊന്ന് സന്തോഷിച്ച് കണ്ടാൽ മതിയെന്ന്. പിന്നീട് അവർ ആ പൊടിയെല്ലാം ജ്യൂസിൽ കലർത്തിയതിന് ശേഷം നവ്യയ്ക്ക് കൊടുക്കണമെന്നുള്ള ഇതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ജലജയ്ക്കാണെങ്കിൽ നവ്യയ്ക്ക് കൊടുക്കുമല്ലോ എന്നുള്ള ഓർത്ത് സന്തോഷിച്ചിരിക്കുകയാണ്. ആണെങ്കിൽ ചടങ്ങിന് താല്പര്യമില്ലാത്ത രീതിയിലാണ് ഈ ചടങ്ങിന് ഇരിക്കുന്നത്. അതിനുശേഷം അനാമിക ആണെങ്കിൽ അനിയൻ നന്ദുവിനെ മാറി മാറി നോക്കുകയാണ്. ശേഷം ചടങ്ങ് തുടങ്ങാറായെന്ന് മുത്തശ്ശി കനകയുടെ അടുത്ത് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, അതിലിരിക്കുന്ന പലഹാരങ്ങളെല്ലാം നവ്യയ്ക്ക് എടുത്ത് കൊടുക്കുക കനകയെന്ന്. കനക പറയുകയാണ്, ഞാനല്ലല്ലോ ആദ്യം കൊടുക്കേണ്ട, അമ്മയല്ലേ പലഹാരം ആദ്യം കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി അങ്ങനെ പലഹാരം എടുത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഓരോരുത്തരായിട്ട് പലഹാരങ്ങൾ കൊടുക്കുകയാണ്. എല്ലാവരും പലഹാരം കൊടുത്തതിന് ശേഷം മുത്തശ്ശിയാണെങ്കിൽ ജലജയെ കാണുന്നില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജലജയാണെങ്കിൽ അതാ വരുന്നു അമ്മ എന്ന് പറഞ്ഞ് വരികയാണ് നവിക്ക് പലഹാരം കൊടുക്കാൻ വേണ്ടി. ജലജ വരുമ്പോൾ ആ പൊടിയലക്കിയ ജ്യൂസും കൊണ്ടാണ് വരുന്നത്. പൊടിയലക്കിയ ജ്യൂസ് എടുത്ത് നവിയുടെ നേരെയാണ് കൊടുക്കുന്നത്. നവിയാണെങ്കിൽ അതിനെ എടുത്ത് അബിയുടെ കയ്യിലാണ് കൊടുക്കുന്നത് പൊടിയലക്കിയ ജ്യൂസ്. അബിക്ക് ആ ജ്യൂസ് കൊടുത്തിട്ട് നവ്യ അബിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നവ്യയുടെ കയ്യിൽ ഇരുന്ന ജ്യൂസ് നവ്യ കുടിച്ചില്ല. അബി കുടിക്കുന്നത് നോക്കിയിരിക്കുകയാണ്. അബി കുടിച്ചതിന് ശേഷമാണ് നവ്യ കുടിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പോൾ ജലജയാണെങ്കിൽ ആക്ഷനൊക്കെ കാണിക്കുകയാണ്, അബിയുടെ അടുത്ത് കുടിക്കല്ലേ എന്നുള്ള രീതിയിൽ. അബിയാണെങ്കിൽ ജലജയെ നോക്കുന്ന പോലെയില്ല. അപ്പോൾ ജലജ പറയുകയാണ്, ഈ മണ്ടൻ എന്നെ നോക്കുന്നില്ലല്ലോ എന്ന്. അബി നോക്കാതെയാണ് ആ ജ്യൂസ് കുടിക്കുന്നത്, ജലജയെ നോക്കുന്നേ ഇല്ല. ഇങ്ങനെ ജ്യൂസ് കുടിക്കുമ്പോൾ ജലജയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. അതിനുശേഷം അബി അത്ര ജ്യൂസും കുടിച്ചതിന് ശേഷമാണ് നവ്യ കുടിക്കുന്നത്. അങ്ങനെ കുടിക്കുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ നവ്യയ്ക്ക് 5-ാം മാസത്തെ ഗിഫ്റ്റ് കൊടുക്കുകയാണ്, ഒരു സ്വർണ്ണമാലയാണ്. മോൾക്ക് മുത്തശ്ശിയൊന്നും തരുന്നില്ലെന്നാണല്ലോ മോളുടെ പരാതി എന്ന് പറഞ്ഞ് ആ മാലയെടുത്ത് നവിക്ക് കൊടുക്കുകയാണ്. നവിക്ക് കൊടുക്കുമ്പോൾ നവിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് മുത്തശ്ശി ഗിഫ്റ്റ് കൊടുത്തതിൽ. നവിക്ക് മാല കൊടുത്ത് അനാമികയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമാണ്. എന്നിട്ട് അനാമിക മനസ്സിൽ ഓർമ്മിക്കുകയാണ്, ഈ ചേച്ചീനെയും അനിയത്തെയും ഇവർ സന്തോഷിപ്പിക്കുകയാണല്ലോ എന്ന്. നിൽക്കേണ്ടിയിരുന്നില്ല എന്ന് മനസ്സിൽ ഓർക്കുന്നതിന് ശേഷം അനാമിക ഓർക്കുകയാണ്, എന്തായാലും ഇപ്പോൾ ഒരുത്തി ഇവിടെ കിടന്ന് പൊളയുന്നതും കാണാമല്ലോ എന്ന്. ശേഷം നയനയാണെങ്കിൽ നവിക്ക് ആ നെക്ലേസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ജയം പറയുന്നുണ്ടായിരുന്നു, ആദർശ് വാങ്ങി തന്ന സാരിയും അമ്മ തന്ന നെക്ലേസും മോൾക്ക് നന്നായി ചേരുന്നുണ്ട് എന്ന്. ദേവേനിയും പറയുകയാണ്, ആ സാരിയിലും ആ നെക്ലേസിലും നീ വെട്ടിത്തിളങ്ങി നിൽക്കുകയാണ് നവി എന്ന് പറയുകയാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ ദേവി എനിക്ക് ഭയങ്കര സന്തോഷമാണ് നവി ഇത്രയും ഭംഗിയിൽ കാണുമ്പോൾ. അതിനുശേഷം ആദർശ് പറയുകയാണ്, എല്ലാവർക്കും കൂടി നമുക്കൊരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞ് അനിയുടെ അടുത്താണ് പറയുന്നത്, നീ ഒരു സെൽഫി എടുക്കുക എന്ന്. ഈ സെൽഫിയൊക്കെ എടുത്തതിന് ശേഷം അങ്ങനെ ഇരിക്കുമ്പോൾ അബിക്കാണെങ്കിൽ നല്ല ചൊറിച്ചിലൊക്കെ തോന്നുകയാണ്. ഇങ്ങനെ ചൊറിയുന്ന കാണുമ്പോൾ അനാമികയ്ക്ക് മനസ്സിലാവുന്നു ആ ജ്യൂസ് കുടിച്ചുകൊണ്ടാണ് ചൊറിയുന്നതെന്ന്. അപ്പോൾ അബി അവിടെ നിന്ന് എഴുതി പോകുമ്പോൾ അനി പറയുകയാണ്, അവന് ഈ ചടങ്ങിലൊന്നും താല്പര്യമില്ലല്ലോ, അതുകൊണ്ടാണ് അവൻ എണീറ്റ് പോയതെന്ന് പറയുകയാണ്. അപ്പോൾ നവിയും പറയുകയാണ്, അവന് ഇതിലൊന്നും താല്പര്യമില്ലല്ലോ, അതുകൊണ്ട് ഒരു കാരണം ഉണ്ടാക്കി അവൻ എണീറ്റ് പോയതാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ ജലജ പറയുകയാണ്, അങ്ങനെയൊന്നുമില്ല, അവൻ അങ്ങനെ എഴുതി പോയതല്ല എന്ന്. അപ്പോൾ ജലജ അങ്ങനെയല്ല എന്നിങ്ങനെ പറയുമ്പോൾ നവ്യയ്ക്ക് മനസ്സിൽ തോന്നുന്നുണ്ട്, അപ്പോൾ ഇവർ ജ്യൂസിൽ എന്തെങ്കിലും കലർത്തി കാണും, അതുകൊണ്ടാണ് ഇവൻ എണീറ്റ് പോയതെന്ന് മനസ്സിൽ നവ്യ ഓർക്കുകയാണ്. അതിനുശേഷം ദേവയാനിയാണെങ്കിൽ മനസ്സിൽ ഓർമ്മിക്കുകയാണ്, ഇനി എന്നാണോ എന്തോ എൻ്റെ മരുമകളുടെ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നതെന്ന്. മുത്തശ്ശിയാണെങ്കിൽ അടുത്ത് പറയുകയാണ്, ആദർശിൻ്റെ അടുത്ത് നയനയുടെ അടുത്ത് നിങ്ങളും അടുത്ത് ഉടനെ തന്നെ ഇങ്ങനത്തെ ഒരു ചടങ്ങ് നടത്തണം എന്നിങ്ങനെ പറയുമ്പോൾ ആദർശിനും നയനയ്ക്കും ചെറിയൊരു നാണമൊക്കെ തോന്നുന്നുണ്ട്. അതിനിങ്ങനെ ഭാര്യയും ഭർത്താവും പിണങ്ങി നടന്നാലൊന്നും പറ്റത്തില്ല, മറ്റുള്ളവരുടെ ചടങ്ങ് കണ്ട് ഭാര്യയും ഭർത്താവും സന്തോഷിച്ചാൽ പോരാ, നിങ്ങൾക്കും ഒരു ഇതുപോലെയുള്ള ചടങ്ങ് വരണമെന്ന് പറയുകയാണ്. പറയുന്നത് കേൾക്കുമ്പോൾ അനാമികയാണെങ്കിൽ ആകെ ദേഷ്യത്തിലാവുകയാണ്. എന്നിട്ട് അജയൻ വിചാരിക്കുകയാണ്, ഇപ്പോഴും നയനയും ആദർശ പിണക്കത്തിലാണ് എന്നുള്ള വിചാരമാണ് ഉള്ളത്. ഇങ്ങനെ പറയുകയാണ്, നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു പിണക്കം ഇല്ല എന്ന്. അജയൻ പറയുകയാണ്, എന്നാൽ പിന്നെ അമ്മയ്ക്ക് ഉടനെ ആ ചടങ്ങ് നടത്താമെന്ന്.
പിന്നീട് ദേവയാനിയാണെങ്കിൽ അനിയൻ്റെ അടുത്ത് അനാമികയുടെ അടുത്തും പറയുകയാണ്, നയനയുടെ അടുത്ത് ആദർശിൻ്റെ അടുത്ത് മാത്രമല്ല നിങ്ങളുടെ അടുത്ത് കൂടിയാണ് ഈ കാര്യം ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അനാമികയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യമാണ് തോന്നുന്നത്. നീനിങ്ങനെ നോക്കി ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ചോദിക്കുകയാണ് മോൾക്ക് എന്താ ഈ കാര്യം പറഞ്ഞപ്പോൾ ഒട്ടും സന്തോഷമില്ലാതെ മുഖം മാറിയതെന്ന്. അപ്പോൾ ജാനകി പറയുകയാണ് മോള് വരണ്ടാന്ന് പറഞ്ഞിട്ട് ചിലരൊക്കെ ഇങ്ങോട്ട് വന്നില്ല, അതിൻ്റെ ദേഷ്യമാണ് മോൾക്ക് എന്ന്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ് നന്ദുവിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഞാനും അദ്ദേഹവുമാണ്, അതുകൊണ്ടാണ് നന്ദു വന്നത്. നന്ദു മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്ദു ഇവിടുത്തെ വീട്ടുകാർ തന്നെയാണ്. നന്ദുവിനും ഗോവിന്ദനും കനയ്ക്കും വേണമെങ്കിൽ എപ്പോഴും വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, അങ്ങനെ ആരും ചോദ്യം ചെയ്യാൻ വേണ്ട, അങ്ങനെ ഒരു സംസാരവും വേണ്ട എന്ന് ജാനകിക്ക് താക്കീതും കൊടുക്കുകയാണ് മുത്തശ്ശി. മുത്തശ്ശി ഇങ്ങനെ പറയുന്നത് ജലജയ്ക്കും ജാനകിക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് ജലജയാണെങ്കിൽ അബിക്ക് എന്തോ സംഭവിച്ചതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോവുകയാണ്. എന്നിട്ട് നയനയാണ് കാണിക്കുന്നത്. നയനിക്കാണെങ്കിൽ ഒരു തലകറക്കം പോലെ വരികയാണ്. അത് ആദർശ് ദേവയാനിയും കാണുകയാണ് നയനിക്കിങ്ങനെ തലകറക്കം പോലെ വരുന്നത്. എനിക്കിങ്ങനെ തലകറക്കം കാണുമ്പോൾ ദേവയാനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ആവുകയാണ്. അപ്പോൾ ദേവയാനിയാണെങ്കിൽ നയനെ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുശേഷം ആദർശ് പറയുകയാണെങ്കിൽ എനിക്കൊന്ന് കിടന്നാൽ ശരിയാവുമെന്ന് പറഞ്ഞുകൊണ്ട് നയനെ കിടത്താൻ വേണ്ടി ആദർശ് കൊണ്ടുപോവുകയാണ്. എനിക്കിങ്ങനെ തലകറക്കം വന്നാൽ സങ്കടത്തിൽ ദേവേനെ നിൽക്കുകയാണ്. അതിനുശേഷം അനാമികയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. അതിനുശേഷം അബിയാണ് കാണിക്കുന്നത്. അബിയാണെങ്കിൽ ചൊറിച്ചിലോട്ട് ചൊറിച്ചിലാണ്. ജലജയും വന്ന് അബിക്ക് ചൊറിഞ്ഞു കൊടുക്കുകയാണ്. ചൊറിഞ്ഞു കൊടുത്തിട്ട് ജലജ പറയുകയാണ് നിൻ്റെ അടുത്ത് എത്ര പ്രാവശ്യം കണ്ടുകൊണ്ട് ഞാൻ ആ ജ്യൂസ് കുടിക്കല്ലെന്ന് പറഞ്ഞ് അന്ന് അബിക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടി ജ്യൂസിൽ ഞാൻ പൊടി കലക്കിയതാണ്. ഞാനും ജലജയും അനാമികയും കൂടി ആ നവ്യയ്ക്ക് കൊടുത്ത പണിയാണ്. പക്ഷെ അത് നേരത്തെ പറഞ്ഞൂടെ എന്നിങ്ങനെ അഭി ചോദിക്കുമ്പോൾ ജലജ പറയുകയാണ് അത് ജ്യൂസ് അടിച്ചതിന് ശേഷമല്ലേ ആ പൊടി കൊണ്ടുവന്ന് പിന്നെ എങ്ങനെ എൻ്റെ അടുത്ത് നേരത്തെ പറയുന്നതെന്ന്. എന്നിട്ട് നിൻ്റെ അടുത്ത് എത്ര തവണ കണ്ണുകൊണ്ട് കാണിച്ചു എന്ന്. അഭിക്കാണെങ്കിൽ മൊത്തത്തിൽ ദേഷ്യമാണ്, ചൊറിഞ്ഞു വയ്യ. എന്നിട്ട് എന്നെ ഒന്ന് ചൊറിഞ്ഞ് സഹായിക്കുമെന്ന് ജലജയോട് അഭി പറയുകയാണ്. എന്നിട്ട് ജലജ പറയുകയാണ് നീ ഉറച്ചു കിടന്ന് വിളിക്കല്ലേ, എല്ലാവരും അറിയുമെന്ന് പറയാം. അപ്പോൾ അഭി പറയുകയാണ് ഇപ്പോൾ തന്നെ എല്ലാവരും അറിഞ്ഞെന്ന് തോന്നുന്നു എന്ന്. എന്നിട്ട് അഭി പറയുകയാണ് അമ്മയുടെ അമ്മായിയുടെ ഒടുക്കത്തെ ഒരു പ്ലാൻ എന്ന്. അപ്പോൾ ജലജ പറയുകയാണ് ഞങ്ങൾ ചെയ്ത കറക്റ്റായിട്ട് തന്നെ ചെയ്തത്, പക്ഷെ നിൻ്റെ തലച്ചോറ് പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് നീ എടുത്ത് കുടിച്ചതെന്ന്. അഭിയുടെ ചടങ്ങ് മുടക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് എന്ന്. അപ്പോൾ അഭിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നു. അഭി പറയുകയാണ് എന്നാലും എന്നെ ചൊറിഞ്ഞൊന്ന് സഹായിക്കുകയെന്ന്. അപ്പോൾ അവിടെ എവിടെയൊക്കെ ജലജ ചൊറിഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ജലജ പറയുന്നത് നബിയെ ചൊറിഞ്ഞു പൊളയുന്നത് കാണാൻ വേണ്ടിയാണ് ഞാൻ ജ്യൂസിൽ പൊടി കലക്കി, എന്നിട്ട് ഇപ്പോൾ നീയാണല്ലോ കിടന്ന് ചൊറിയുന്നത് എന്നിങ്ങനെ ദേഷ്യത്തിൽ ജലജ പറയുകയും ചെയ്യുന്നു. എന്നിട്ട് ജലജ ചൊറിഞ്ഞും കൊടുക്കുകയാണ് അബിക്ക്. അതിനുശേഷം ദേവയാനിയാണ് കാണിക്കുന്നത്. ദേവയാനി എനിക്കിങ്ങനെ വയ്യാണ്ടായതിൽ ഭയങ്കര വിഷമത്തിലാണ് നിൽക്കുന്നത്. ഭഗവാന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കട്ടെ, എൻ്റെ നയനമോൾക്ക് ഒന്നും സംഭവിക്കില്ലേ ഭഗവാനെ എന്ന് പറഞ്ഞ് ദേവയാനി മനസ്സുരുക്കി പ്രാർത്ഥിക്കുകയാണ് നയനയ്ക്ക് വേണ്ടി. പിന്നീടാണെങ്കിൽ നയനയും ആദർശിനെയാണ് കാണിക്കുന്നത്. ആദർശിൻ്റെ മടിയിൽ തലവെച്ച് നയന കിടക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ് നിനക്ക് എപ്പോഴും BP ലോ ആണല്ലോ, നിൻ്റെ അടുത്ത് എപ്പോഴും ഞാൻ ഉപ്പിട്ട നാരങ്ങ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. സമയത്ത് ദേവയാനിയാണെങ്കിൽ നയനയെ കാണാൻ വേണ്ടി വരികയാണ്. അപ്പോൾ നയന ബെഡിൽ നിന്ന് എഴിക്കുകയാണ്. എഴിച്ചതിന് ശേഷം ദേവയാനിയാണെങ്കിൽ കയ്യിലിരുന്ന ബാം എടുത്ത് നെറ്റിയിൽ പുരട്ടാൻ വേണ്ടി കൊടുക്കുകയാണ്. നയനയ്ക്ക് പുരട്ടി കൊടുക്കുക, അപ്പോൾ തലവേദന മാറും എന്ന്. ആദർശ് പറയുകയാണ് അവൾക്ക് അതിന് തലവേദന അല്ല തലകറക്കമാണ് എന്ന്. അപ്പോൾ ദേവയാനി പറയുകയാണ് എന്തായാലും കുഴപ്പമില്ല നീ ഈ ബാമ് പുരട്ടി കൊടുക്കുക എന്ന്. ദേവയാനി പറയുകയാണെ അവൾക്ക് നല്ല വിളർച്ചയൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഡോക്ടറെ കാണിക്കണമെന്ന്. നമ്മുടെ ഫാമിലി ഡോക്ടറെ ഞാൻ വിളിച്ചിട്ടുണ്ട്, അവരിപ്പോൾ തിരക്കിലാണ്, അവർ വൈകുന്നേരം വരും ഇങ്ങോട്ട് എന്ന്. ദേവയാനി പറയുകയാണ് ഇനി ജോലിയൊന്നും ചെയ്യണ്ട എന്ന്. ഇനി അഥവാ ജോലിയൊന്നും ചെയ്യുകയാണെങ്കിൽ ജേട്ടന് എല്ലാവരും എന്നെ കുറ്റം പറയുകയുള്ളൂ എന്ന്. ഇനി ദേവേനി ജോലിയൊന്നും ചെയ്യേണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ നയനെ പറയുകയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മയെന്ന്. അപ്പോൾ ദേവേനി പറയുകയാണ് നീ ഇനി ജോലിയൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് ദേവേനി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ദേവേനി അങ്ങോട്ട് പോകുമ്പോൾ ആദർശ് പറയുകയാണ് നിൻ്റെ അടുത്ത് അമ്മയ്ക്ക് ഉള്ളിൽ സ്നേഹമുണ്ട്, പുറമെ ഇങ്ങനെ കാണിക്കുന്നത് പോലെയല്ല, അതുകൊണ്ടാണ് ഈ ബാമൊക്കെ കൊണ്ടുവന്ന് പുരട്ടാൻ വന്നതെന്ന് പറയുമ്പോൾ നയന പറയണം അതെൻ്റെയോടുള്ള സ്നേഹം കൊണ്ടല്ല, അത് ആദർശേട്ടൻ്റെയോടുള്ള സ്നേഹം കൊണ്ടാണ് അമ്മ ബാമം കൊണ്ട് വന്നതെന്ന്. പക്ഷെ ആദർശ് പറയുകയാണ് എന്തായാലും അമ്മയുടെ സ്വഭാവം ഒന്ന് മാറി വന്നാൽ മതിയായിരുന്നു എന്ന്. അപ്പോൾ ദേവയാനി ഇങ്ങനെ ബാമൊക്കെ കൊണ്ടുവന്ന സന്തോഷത്തിലാണ് നയനയും നിൽക്കുന്നത്. അതിനുശേഷം നവ്യയാണ് കാണിക്കുന്നത്. നവ്യ പറയുകയാണ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന്, എന്തെങ്കിലും പരിപാടി നടക്കാൻ പോകുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. അപ്പോൾ ഗോവിന്ദനും പറയുകയാണ് ഇത്രയും ആൾക്കാരുള്ളപ്പോൾ ഇങ്ങനെയൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നോ എന്തോന്ന്. ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവയാനി വരികയാണ്. ദേവയാനി വരുമ്പോൾ ഇപ്പോൾ നയനയ്ക്ക് എങ്ങനെയുണ്ടെന്ന് കനക ചോദിക്കുകയാണ്. അപ്പോൾ ദേവയാനി പറയുകയാണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന്. ദേവയാനിയാണെങ്കിൽ കനകയുടെ അടുത്ത് പറയണേ നയനയ്ക്ക് വയ്യാത്തതല്ലേ, അതുകൊണ്ട് 2 ദിവസം നിങ്ങളിവിടെ നിൽക്കുക എന്ന് പറയും. അപ്പോൾ കനകയാണെങ്കിൽ എല്ലാവരുടെയും മുഖത്ത് നോക്കിയാണ്. അപ്പോൾ ജലജയുടെ മുഖത്ത് നോക്കുമ്പോൾ ജലജയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കനക ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞത്. കനക ഇനി അവിടെ നിൽക്കുകയാണെങ്കിൽ ജലജയുടെ റൂമിലല്ലേ താമസിക്കുകയുള്ളൂ, അതുകൊണ്ട് ജലജ പെട്ടെന്ന് പറയുകയാണ് ഇവർക്ക് ആദർശം എടുത്ത് കൊടുത്താൽ നല്ല വീടല്ലേ, അതുകൊണ്ട് നയനെ അങ്ങോട്ട് പോയി നിൽക്കാൻ പറയുന്നു.
ഇങ്ങനെ ജലജ പറയുന്നത് ദേവയാനിക്കാണെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ദേവയാനി പറയുകയാണ് അങ്ങനെയൊന്നും വേണ്ട, ആദർശിന് അവൾ ഇവിടെ ഇല്ലാതിരുന്നാൽ പറ്റത്തില്ല, അതുകൊണ്ട് നയന ഇവിടെ തന്നെ വേണമെന്ന്. ആദർശ് പറയാതെ നയനയെ കൊണ്ടുപോകണ്ട എന്ന് ദേവയാനി പറയുകയാണ്. അല്ലെങ്കിലും ദേവയാനിക്ക് നയനയെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ദേവയാനി ഇങ്ങനെ പറഞ്ഞ് നയനയെ കൊണ്ടുപോകണ്ട എന്ന്. അപ്പോൾ നവ്യ പറയുകയാണ് അമ്മ നിന്നിലേ വേണ്ട, നന്ദു 2 ദിവസം ഇവിടെ നിൽക്കട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ ജാനകിക്ക് നന്ദു നിൽക്കുന്നത് ഇഷ്ടമില്ല. അപ്പോൾ ജാനകിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ജാനകി പറയുകയാണ് ഞാൻ പറയുന്നതുകൊണ്ട് ഒന്നും തോന്നണ്ട, അനാമിക മോൾക്ക് നന്ദു ഇവിടെ നിൽക്കുന്നതിൽ ഇഷ്ടമില്ല, അല്ലെങ്കിൽ ഫംഗ്ഷന് നന്ദുവിനെ കൊണ്ടുവരണ്ട എന്നാണ് അനാമിക മോൾ പറഞ്ഞത്. അപ്പോൾ എങ്കിൽ നന്ദു ഇവിടെ നിൽക്കുക കൂടി ചെയ്താൽ അനാമിക മോൾക്ക് അതൊട്ടും താല്പര്യമില്ലാത്ത കാര്യമാണെന്ന്. ഗോവിന്ദനും പറയുന്നുണ്ടായിരുന്നു മോളെ കൊണ്ടുവരണ്ടെന്ന് എന്ന് തന്നെ ഞങ്ങളും വിചാരിച്ചത്, ഇവിടുത്തെ മൂർത്തി സാറ് പറഞ്ഞത് കൊണ്ടാണ് നന്ദുവിനെ കൂടി ഞങ്ങൾ കൊണ്ടുവന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനിയും പറയുകയാണ് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാൽ അതനുസരിക്കുക തന്നെ വേണം, അമ്മയും അച്ഛനും പറയുന്നത് പോലെ അനുസരിക്കണമെന്ന് ജാനകിയോട് ദേവയാനി പറയുകയാണ്. അതിനുശേഷം ദേവയാനി പറയുകയാണ് അവരുടെ അമ്മയും അച്ഛൻ്റെയും എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടിയാണ് ഞാനും ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തിന് വേണ്ടി ഞാനും ഇപ്പോൾ തയ്യാറായില്ലേ എന്ന് ദേവയാനി പറയുകയാണ്. ഇങ്ങനെ ദേവയാനി പറയുന്നത് ജലജയ്ക്കും ജാനകിയും ഇഷ്ടപ്പെടുന്നില്ല. അതിനുശേഷം ഗോവിന്ദൻ പറയുകയാണ് ഇപ്പോൾ മോൾക്കൊരു കുഴപ്പവും ഇല്ലല്ലോ, അങ്ങനെ വല്ല മോൾക്ക് വല്ല കുഴപ്പവും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ കനകനെ ഇങ്ങോട്ട് വിടാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇത്രയും ഭാഗം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.